എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജി, കൊല്ലം സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക സഭയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി എൻ്റെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യമായിട്ട് എടുത്തത്. 2024 നവംബർ 18 ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിൽ ഞാൻ സമർപ്പിച്ച എൻ്റെ ജോലി സംബന്ധമായ ഒരു നിയോഗം, ഒരു എമൗണ്ട് എഴുതിയിട്ട് ആ സാലറിയിൽ എനിക്ക് ജോലി കിട്ടണം എന്നൊരു നിയോഗമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയിരുന്നത്. 2025 തീരുന്നതിന് മുമ്പ് എനിക്ക് ജോലി തരണമെന്ന് എൻ്റെ അമ്മയോട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ സൗദിയിൽ നേഴ്സായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കോൺട്രാക്റ്റ് ഓഗസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ അടുത്ത് വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുകയും ഇൻ്റർവ്യൂവിന് സെലക്ട് ആവുകയും ചെയ്തു. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, കാരണം അത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അന്ന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നും അറിയാതെയാണ്, ഒന്ന് വായിച്ചു പോലും നോക്കാനാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. അവിടെ അന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. എങ്ങനെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തതെന്നോ എന്താണ് പറഞ്ഞതെന്നോ എനിക്കറിയത്തില്ല. അവർ ചോദിച്ചതിനെല്ലാം എനിക്ക് മറുപടി പറയാൻ പറ്റി. അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ, എൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും അവിടുന്ന് മെഡിക്കൽ എടുത്ത് പോരുവാനും കഴിഞ്ഞു. ഇവിടെ വന്ന് ഓഗസ്റ്റ് 25 ഞാൻ നാട്ടിൽ വന്നതാണ്. സെപ്റ്റംബർ ആദ്യം തന്നെ എനിക്ക് അവിടുന്ന് വിസ അയച്ചു തന്നു. പക്ഷേ തടസ്സങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് നേരിട്ടുകൊണ്ടിരുന്നത്. എല്ലാം ഡിലേ ആയിക്കൊണ്ടേയിരുന്നു. ഇവിടെ ഞാൻ സെപ്റ്റംബർ ആദ്യം വന്നു, പക്ഷേ ഉടമ്പടിയൊന്നും എടുത്തില്ല. തിരികെ പോയി, വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ പോയി. ഓൾറെഡി വിസ വന്നിട്ടുണ്ട്. വിസ എല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് കിട്ടി എല്ലാം റെഡി ആയി കഴിയുമ്പോൾ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോകാമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ലായിരുന്നു. എന്നെ ഇവിടുത്തെ സാക്ഷിയാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ ഡിലേ ആയിക്കൊണ്ടിരുന്നു. എൻ്റെ വിസ റിജക്റ്റായി. ഒക്ടോബർ 31 വിസ റിജക്റ്റായി എന്ന് പറഞ്ഞ ഏജൻറ്റ് എന്നെ വിളിക്കുന്നു. നവംബർ 4 ഞാനിവിടെ വന്നു. എൻ്റെ അമ്മയുടെ സന്നിധി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. കരഞ്ഞ് പ്രാർത്ഥിച്ച് നിയോഗം വെച്ചിട്ട് പോയി. നവംബർ 5 ഈ വിസ റിജക്റ്റ് ആയതിനു ശേഷം ഞാൻ എൻ്റെ HR ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇനി ഒരു വിസ തരാൻ പറ്റില്ല എന്നാണ്. നവംബർ 4 ഇവിടെ വിസ ഉടമ്പടി എടുത്തു. നവംബർ 5 ഞാൻ ആ മേഡത്തിനെ കോൺടാക്ട് ചെയ്ത മേഡം പറഞ്ഞു, ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം, എനിക്ക് അടുത്ത വിസ തരാൻ വേണ്ടി ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വിസ അവർ നവംബർ 18 ആയപ്പോഴത്തേക്ക് തന്നു. 1 ആയപ്പോഴത്തേക്ക് അപ്രൂവൽ കിട്ടി. ഡിസംബർ 1 അപ്രൂവൽ കിട്ടി. പിന്നെയും തടസ്സങ്ങൾ. അത് വീണ്ടും റിജക്റ്റായി. മെഡിക്കൽ എക്സ്പയറായി. ഫസ്റ്റ് മെഡിക്കൽ എക്സ്പയറായി. വീണ്ടും മെഡിക്കൽ എടുത്തു. അതിൻ്റെ ഡേറ്റ് തീരുന്നതിന് മുമ്പിട്ട് അവർ വീണ്ടും എംബസിയിൽ നിന്ന് തിരിച്ചു വിട്ടു. HRD അറ്റസ്റ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. വീണ്ടും ആ HRD അറ്റസ്റ്റേഷൻ കഴിഞ്ഞ് വിസ വീണ്ടും സ്റ്റാമ്പിങ്ങിന് വെച്ച് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്പയറായി. ഫെബ്രുവരി 4 ആയപ്പോഴത്തേക്കും വിസ എക്സ്പയറായി, മെഡിക്കൽ എക്സ്പയറായി. പക്ഷേ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 28 ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, ബ്ലെസ്സിങ് മേടിച്ചു. ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. മാതാവേ, നീ തന്ന ജോലിയാണ്, എൻ്റെ കൃപ കൊണ്ട് കിട്ടിയതല്ല, എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല. അമ്മ തന്നതാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടാൻ അമ്മ സഹായിക്കണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് 28 ശനിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അതിന് മുമ്പ് ഫെബ്രുവരി 28 അച്ഛൻ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറയുന്നുണ്ടായിരുന്നു ഗോൾഡൻ നമ്പർ 7 എന്നൊരു നമ്പർ കാണിക്കുന്നുണ്ടെന്നോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മാർച്ച് 7 എൻ്റെ വിസ അടിച്ച് കിട്ടുന്നതായിരിക്കും. പക്ഷേ 28 പ്രാർത്ഥിച്ചിട്ട് പോയി. 3 അവിടുന്ന് വീണ്ടും വിളിക്കുന്നു, നിൻ്റെ പേപ്പറെല്ലാം തിരിച്ചു വിട്ടിരിക്കുന്നു, എനിക്ക് വീണ്ടും മെഡിക്കൽ എടുക്കണമെന്ന്. 1.5 മാസത്തോളം എംബസിയിൽ കിടന്നിട്ട് വിസ റിജക്റ്റ് സ്റ്റാമ്പ് ചെയ്യുകയോ തിരിച്ചു തരികയോ ചെയ്യാതിരുന്ന എൻ്റെ വിസ അച്ഛനെ കണ്ട് 3ാമത്തെ ദിവസം എനിക്ക് അവർ തിരിച്ചയച്ചു തന്നു. 3ാമത്തെ ദിവസം അയച്ചു. 3 അയച്ചു. 4 അവർ പറയുന്നു നിൻ്റെ വിസ എത്രയും പെട്ടെന്ന് ഇതായില്ലെങ്കിൽ 7 ദിവസത്തെ സമയം മാത്രമേ HR നിന്ന് നിനക്ക് തന്നിട്ടുള്ളൂ. ഓൾറെഡി 7 മാസത്തോളം ആവുന്നു. 7 ദിവസത്തിനകത്ത് വെച്ച് ഇത് ശരിയായി കിട്ടണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഏജൻറ്റിനോട് ചോദിച്ചു, ഈ 7 മാസം കൊണ്ട് നടക്കാത്ത കാര്യം 7 ദിവസം കൊണ്ട് എങ്ങനെ നടക്കാനാണ്? കാരണം അത് അവിടെ നിന്ന് അയക്കുന്ന ഡോക്യുമെൻറ്റ് ഇവിടെ വരാൻ തന്നെ 3 ദിവസം എടുക്കും. തിരിച്ച് അങ്ങോട്ട് അയക്കാനും 3 ദിവസം, 1 ദിവസം മെഡിക്കലിന്. പിന്നെ എങ്ങനെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാനാണ്? വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 7 ദിവസമെങ്കിലും വേണം. അപ്പോൾ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, നീ എന്താണേലും പോയി മെഡിക്കൽ എടുക്കുക പെട്ടെന്ന് തന്നെ. എൻ്റെ കൈ കിട്ടിയതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ പോയി മെഡിക്കൽ എടുത്തു. ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ മെഡിക്കലിന് പോയത്. എക്സ്റേക്ക് പോയപ്പോഴും ബ്ലഡ് എടുക്കാൻ പോയപ്പോഴും എല്ലാം ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മെഡിക്കൽ എടുത്തു. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയാൻ മെഡിക്കൽ ഫിറ്റായി. 3 മണിയായി റിപ്പോർട്ട് കിട്ടിയപ്പോൾ. 3 മണി വെള്ളിയാഴ്ച. അന്ന് തന്നെ അവിടെ അടുത്തൊരു
കൊറിയർ സെൻറ്റർ വഴി അയച്ചു. ഒരു കാരണവശാലും 3 ദിവസത്തിനകത്ത് വെച്ച് ഇതുവരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടില്ല. വെള്ളിയാഴ്ച 3 മണിക്ക് ഞാൻ ഇവിടുന്ന് അയച്ച ഡോക്യുമെൻറ്റ് ശനിയാഴ്ച 4 മണിക്ക് മുമ്പ് എൻ്റെ ഏജൻറ്റിൻ്റെ കയ്യിൽ കിട്ടി, 24 മണിക്കൂറിനകത്ത് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവിൻ്റെ കൂടെയുണ്ട്, എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെ തിങ്കളാഴ്ച ദിവസം 8-ാം തീയതി തിങ്കളാഴ്ച ദിവസം 8-ാം തീയതി അവർ സബ്മിറ്റ് ചെയ്തു സ്റ്റാമ്പിങ്ങിന്. 9-ാം തീയതി അവിടുന്ന് സ്റ്റാമ്പ് ചെയ്തു എന്നും പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. കറക്റ്റ് 7-ാമത്തെ ദിവസം അവിടുന്ന് HR-ൽ നിന്ന് 7 ദിവസത്തിനകത്തെന്ന് പറഞ്ഞു. ആ 7-ാമത്തെ ദിവസം എൻ്റെ വിസ അവിടെ സ്റ്റാമ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ എമിഗ്രേഷൻ ക്ലിയറൻസ് ആയിരുന്നു. എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ അമ്മയുടെ സമയച്ചുരുക്കം. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സഞ്ചാരി മാതാവാണല്ലോ, എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടല്ലോ, എൻ്റെ കാര്യത്തിൽ മാത്രം എന്ത് ഇത്രയും തന്നിട്ട് അമ്മ താമസിപ്പിക്കുന്നേ എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വചനം തുറക്കുമ്പോഴൊക്കെ ഏഷ്യ 66:9 പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ പ്രസവം നടത്താതിരിക്കുമോ, ജന്മം നൽകിയ ഞാൻ നിൻ്റെ ഗർഭപാത്രം അടച്ചു കളയുമോ എന്നുള്ള തിരുവചനം എനിക്ക് കിട്ടുമായിരുന്നു. ഞാൻ ആ വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. മനുഷ്യന് സാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. ഈ വചനങ്ങളൊക്കെ എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എന്നെ 7 ദിവസം കൊണ്ട് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തു. എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞു. എല്ലാം നടക്കുന്നു, എൻ്റെ കാര്യത്തിലെല്ലാം നടക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. ഇന്നലെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ കൂടിയപ്പോൾ ഞാൻ നിയോഗത്തിൽ പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്ന് തന്നെ എൻ്റെ ടിക്കറ്റ് കിട്ടണം. ഇന്നലെ എനിക്ക് എൻ്റെ ടിക്കറ്റ് വന്നു. ഞാൻ വരുന്ന ശനിയാഴ്ച 4-ാം തീയതി പോവുകയാണ്. അതേപോലെ എൻ്റെ രോഗസൗഖ്യം, ഞാൻ സൗദിയിൽ 3 വർഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ വെച്ച് വെറുതെ പോയി ഒരു യൂട്രസിൻ്റെ സർജറി സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടി ചെയ്തു നോക്കി. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് എൻഡോമെട്രിയൽ തിക്നെസ് 20 mm ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും അങ്ങനെ തന്നെ കാണിച്ചു. വേറൊരു ഹോസ്പിറ്റലിൽ പോയി ചെയ്തു, അവിടെ അങ്ങനെ തന്നെ. അവർ പറഞ്ഞു പീരീഡ്സ് കഴിയുമ്പോൾ നീ ചെയ്ത് നോക്കാൻ. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴും ഇങ്ങോട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ പോയി ചെയ്ത് നോക്കിയത്. അന്നേരവും 18 mm ഉണ്ട്. അവർ പറഞ്ഞു നീ നാട്ടിൽ പോയി DNC ചെയ്യേണ്ടി വരുമായിരിക്കും, ബയോപ്സിക്ക് അയക്കേണ്ടി വരുമായിരിക്കും, എന്താണേലും നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു. നാട്ടിൽ വന്ന് ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. പ്രാർത്ഥിച്ചു മാതാവിനോട്. അതിനു മുമ്പേ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നുകൊണ്ട് മാതാവിനെ നിരന്തരം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, യൂട്രസ് നോർമലാണ് എന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു, അത് അൾട്രാസൗണ്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു നീ സ്കാൻ ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു. അത് ഞാൻ ബയോപ്സിക്ക് വിട്ടു. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു, ഒരു കുഴപ്പവുമില്ല എന്ന്. പിന്നെ എൻ്റെ ഇവിടെ വരുന്ന ഉടമ്പടി എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് കാൽമുട്ട് വേദനയായിരുന്നു. മുട്ട് മടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷേ ഞാനത് നിയോഗത്തിലൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് മുട്ട് മടക്കി എനിക്ക് ജപമാല ചെല്ലാൻ പറ്റിയാൽ മാത്രം മതി. എനിക്ക് അതിന് വേണ്ടിയെങ്കിലും എൻ്റെ മുട്ടൊന്ന് മടക്കാൻ പറ്റണേ. ഞാൻ ജപമാലയ്ക്കൊക്കെ പോകുമ്പോൾ ഓരോ അമ്മച്ചിമാരൊക്കെ മുട്ട് മടക്കിയെന്ന് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. ദൈവം ഇത്രയും ചെറുപ്പമായി എനിക്ക് മുട്ട് മടക്കി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ ആ വേദന ഉള്ളപ്പോഴും ഞാൻ മുട്ട് മടക്കിയത് ജപമാല ചൊല്ലി. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കുറേ മെഡിസിൻ അതിനു വേണ്ടി കഴിച്ചതാണ്. പക്ഷേ ഇപ്പം ഞാൻ ഒരു മെഡിസിനും കഴിക്കാതെ കൊണ്ട് എൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്കൊരു വേദനയും ഇല്ല. ഞാൻ ജപമാല ചൊല്ലുന്നത് മുട്ടേ നിന്നുകൊണ്ടാണ്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് പൊതിച്ചോറുണ്ടാക്കി ഹോസ്പിറ്റൽ തോറും കൊണ്ട് കൊടുക്കാറുണ്ട്. അതേപോലെ രോഗികളായി കഴിയുന്നവരെ പോയി കണ്ട് പ്രാർത്ഥിച്ച് അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ഇങ്ങനെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അനാഥാലയങ്ങളിൽ ഒക്കെ പോയി സഹായം ചെയ്യുന്നത്, അവരെ ശുശ്രൂഷിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ എവിടെ പോയി ചെയ്യാനാണ്, എനിക്ക് ആരെയും അറിയത്തില്ല, എവിടെയാണ് പോകേണ്ടതെന്നൊന്നും അറിയത്തില്ല, എങ്ങനെ സഹായം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ച് ഉച്ചയായപ്പോൾ 2 സ്ത്രീകൾ വീട്ടിൽ വന്നിട്ട്, മോളെ ഞങ്ങളൊരു അനാഥാലയത്തിൽ നിന്ന് വരുവാണ്, എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാൻ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു. അന്ന് എന്നെക്കൊണ്ട് പറ്റുന്നത് കൊടുത്തിട്ട് അപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, മോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടോ, കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ ഉടമ്പടിയിലാണ് എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു. അത് കഴിഞ്ഞിട്ടും അവിടെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ വേറൊരു അനാഥാലയത്തിലും ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. സഹായം എല്ലാ മാസവും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ മുന്നിൽ വന്ന് സഹായം ചോദിക്കുന്ന ഒരു മനുഷ്യരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ആദ്യം ഇവിടുന്ന് പത്രം കിട്ടിയപ്പോൾ എൻ്റെ ദൈവമേ ഇത് ഞാൻ എങ്ങനെ കൊണ്ട് എല്ലാവരുടെയും കൈ കൊടുക്കും, എങ്ങനെ തീർക്കും എന്നായിരുന്നു എൻ്റെ വിഷമം. ആദ്യത്തെ കിട്ടി
ഓരോ വീട് തോറും കൊണ്ടു നടന്ന് കൊടുത്തു. ഓരോരുത്തർ ഓരോ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി എതിരായിട്ടാണ് പറ്റിയത്, ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ ഡിലേയും കൂടെ വന്നപ്പോൾ ഞാനൊരു ദൈവമേ എന്നെ കൈവിട്ടോ, ഉടമ്പടി എടുത്തിട്ട് എന്നെ ഒന്ന് കൈവിടല്ലേ, ഇവരുടെയൊക്കെ മുന്നിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് ഞാൻ അന്നോട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ 3 കെട്ട് പത്രം തന്നു. എനിക്കറിയില്ല ആ പത്രം എങ്ങനെയാണ് തീർന്നതെന്ന്. ഞാൻ അവിടെ പത്രം കിട്ടുമ്പോൾ തന്നെ എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം വാങ്ങുമായിരുന്നു. കിട്ടുമ്പോൾ തന്നെ ഞാൻ ഉടമ്പടി തൈലം വാങ്ങി തേച്ച് കുരിശ് വരച്ച് അതിനകത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡ് തോറും ബസ് സ്റ്റോപ്പ് തോറും ഹോസ്പിറ്റൽ തോറും എനിക്കറിയത്തില്ല, ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ കൊടുത്തു. 3 കെട്ട് പത്രമൊക്കെ നിസ്സാര സമയം കൊണ്ട് ഞാൻ കൊടുത്തു തീർക്കാൻ പറ്റി. പിന്നെ എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഇത്രത്തോളം എന്നെ നടത്തിയ ദൈവത്തിനും ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഇനി തുടർന്നും ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി വളരാൻ പറ്റി. എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളായിരുന്നു എന്നുള്ളതല്ല, അതുകൊണ്ട് ഞായറാഴ്ച ക്രിസ്ത്യാനികളെന്ന് പറയാം, ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവുകയോ പേരിന് പോയി നിന്ന് എന്തോ കണ്ടിട്ട് പോരുന്നു എന്നല്ലാതുകൊണ്ട് ആത്മീയതയായിട്ട് ഒന്നും പറയാനില്ല. ഇപ്പോൾ ഉടമ്പടിക്ക് ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുന്നതിനും കുടുംബ പ്രാർത്ഥനയൊന്നുമില്ല, വല്ലപ്പോഴും പ്രാർത്ഥിക്കും, കിടക്കാൻ നേരത്തുനിന്ന് ബൈബിൾ വായിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ കുടുംബത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനും ജപമാല ചെല്ലുന്നതിനും ഒരു ദിവസം പോലും മുടങ്ങാതെ ദൈവത്തെ വിളിക്കുന്നതിനും സാധിക്കുന്നുണ്ട്. ആത്മീയമായിട്ട് ഇത്രത്തോളം എന്നെ ഉയർത്തിയ എൻ്റെ ദൈവത്തിന് അതിനുവേണ്ടിയായിരിക്കും എന്നെ എൻ്റെ അമ്മ ഇത്രത്തോളം താമസിപ്പിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി തുടർന്ന് ജീവിതകാലം മുഴുവൻ എൻ്റെ അമ്മയിൽ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് ഈ വചനത്തിൽ നാം കാണുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് നാം നടത്തുന്നത്. എത്ര പ്രശ്നങ്ങൾ വന്നാലും തളരാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതമാണ്. ഒരുപക്ഷെ ജോലി പ്രശ്നങ്ങളാവാം, സാമ്പത്തിക തകർച്ചകളാവാം, ഇതിലെല്ലാം ദൈവം ഒരു വഴി കാണിച്ചു തരും, ഒരു വഴി തുറന്നു തരുമെന്ന് വിശ്വസിക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ചോദിക്കുന്നതും യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തും തരുന്ന ഒരു ദൈവമാണ് നാം കണ്ടുമുട്ടുന്നത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കരം പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മയാണ്. രോഗാവസ്ഥയിൽ സുഖം പ്രാപിക്കുന്നതും ജോലിയില്ലായ്മയിൽ നിന്ന് ജോലി ലഭിക്കുന്നതും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നതുമെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ കൂടിയാണ്. ഈ മകളുടെ സാക്ഷ്യവും അതുപോലെ തന്നെയുള്ളൊരു സാക്ഷ്യമാണ് ലിജി തോമസ് എന്ന സഹോദരിയുടെ സാക്ഷ്യം. പ്രാർത്ഥിച്ചപ്പോഴും യാചിച്ചപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത് എന്തും കിട്ടുന്ന ആ ദൈവത്തോടാണ് ഈ മകൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്. ജോലിയിൽ വന്ന ഒരു മാറ്റമാണ്. നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് കൂടുതൽ സാലറിയിലുള്ള ഒരു ഹൈ സാലറിയിലുള്ള ജോലിയാണ് ലഭിച്ചത്. ആ ബ്ലെസ്സിങ് കിട്ടിയ ഉടനെ വീണ്ടും പല തടസ്സങ്ങളാണ് ഈ മകൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തിയത്. ഓരോ ആഫ്റ്റർ തടസ്സങ്ങളാണ് ഈ മകൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. വിസയ്ക്ക് വേണ്ടിയിട്ടും മെഡിക്കൽ ഫിറ്റ്നസ്സും ഓരോ പ്രാവശ്യം റിജക്ഷൻ ആവുമ്പോഴും വീണ്ടും കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചപ്പോഴും പിന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിച്ചപ്പോഴും ഡെയിലി ബ്രെഡിൽ ആ മെസ്സേജ് ലഭിച്ചപ്പോഴും ഡെയിലി ബ്രെഡിൽ പറഞ്ഞത് ഗോൾഡൻ നമ്പറിൽ 7 എന്ന് കാണിക്കുന്നെന്ന് പറഞ്ഞപ്പോഴും ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഉറച്ച് വിശ്വസിച്ചു എൻ്റെ ജീവിതത്തിലും ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്ന്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് കൊടുത്തപ്പോഴത്തേന് അച്ഛനെ കണ്ട് 3-ാം ദിവസം പ്രൊസീഡിങ് എല്ലാം പ്രോസസ്സാവുകയാണ്. പിന്നീട് എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. 7 മാസം കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് 7 ദിവസം കൊണ്ട് ഈശോയും അമ്മയും ഈ മയുടെ കാര്യത്തിൽ ഇടപെട്ട് ചെയ്തു കൊടുത്തത്. ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മൾ ഓരോ പ്രാവശ്യം പത്രം കൊണ്ട് പോകുമ്പോഴും പലരും പലതും പറയുമെങ്കിലും നമ്മൾക്ക് ഒന്നും ലജ്ജിക്കേണ്ട കാര്യമില്ല. കാരണം ഓരോ പ്രാവശ്യവും പത്രം കൊടുക്കുമ്പോഴും നമ്മുടെ വിശ്വാസം ദൃഢപ്പെടുത്തുകയാണ്.
മറ്റുള്ളവരെ റിജക്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ പ്രൊസീഡിങ് ആവാതെ മെഡിക്കൽ ഫിറ്റ്നസ് വിസയ്ക്ക് പോകുമ്പോഴെല്ലാം നമ്മൾ ഫിറ്റ് ആവാതെ അത് റിജക്ഷൻ ആവുമ്പോഴെല്ലാം ദൈവത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ച് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതായിട്ട് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഉടമ്പടിയിൽ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാം. നമ്മുടെ സംശയങ്ങളെല്ലാം നീക്കി ഉറച്ച വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ, മധ്യസ്ഥതയിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതവും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ലിജി തോമസിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.